ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ രുചികരമായ മത്തങ്ങ പിടിപ്പായസം റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഞാൻ ഒരു ബൗളിലേക്ക് 1 കപ്പ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇത് വേവിച്ചെടുക്കണം. അതിനായി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് വേവിക്കാനായി വെക്കാം. ഇപ്പോൾ ഇത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. പിന്നെ മത്തങ്ങക്ക് അധികം വേവോ ഒന്നുമില്ല. ഒരു 5 മിനിറ്റ് മതിയാകും മത്തങ്ങ പാകമായി വരാൻ. അപ്പോൾ ഇതിവിടെ ഇരുന്ന് പാകമായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പിടിക്കുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഞാൻ ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി തിളച്ചു വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത അരിപ്പൊടി ചേർത്ത് തിളക്കി നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ആണെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ ആക്കി വെച്ചത്. ഇപ്പോൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഈ സമയം കൊണ്ട് തന്നെ മത്തങ്ങ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി നമുക്ക് മാവ് ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കണം. അതിനായി ഒരു പാത്രത്തിലേക്ക് മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു 3 മിനിറ്റ് വരെ നന്നായി കുഴച്ചെടുത്ത് വരാം. ഇപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറിയ നെല്ലിക്ക വലിപ്പമുള്ള ഉരുളയാക്കി എടുക്കണം. ഇതാ ഈ ഒരു ഉരുളയുടെ വലിപ്പമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റായി ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായി ഒരു പാത്രത്തിലേക്ക് 2 ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് തിളച്ചു വരട്ടെ. ഇനി നമുക്ക് വേവിച്ച് വെച്ച മത്തങ്ങ ഉടച്ചെടുക്കാം. അങ്ങനെ ഇത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇവിടെ ശർക്കര നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാം. അരമുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. നാളികേരപ്പാൽ ഇഷ്ടമില്ലാത്തവർക്ക് പശുവിൻ പാൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഉരുക്കിയെടുത്ത ശർക്കര ചെറു ചൂടോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് തുടർച്ചയായി ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ പാൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടി തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇപ്പോൾ ഇത് തിളച്ചു വരുന്നുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം ഉരുട്ടിയെടുത്ത പിടി മുഴുവനായും ചേർത്ത് കൊടുക്കാം. പിടി ചേർത്ത് 1 മിനിറ്റിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായി തിളച്ചു വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഉടച്ചു വെച്ച മത്തങ്ങ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പിന്നെ മധുരം ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ഒരു 2 നുള്ളു ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നാളികേരപ്പാൽ ചെറിയ കട്ടിയായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഏലക്കായ്പ്പൊടിയാണ്. വീണ്ടും ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കണം.
ഇപ്പോൾ നന്നായി തിളച്ച് നല്ല പായസം പരുവമായിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു ക്രീമി ടെക്സ്ചറാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ മത്തങ്ങയുടെ തരിയൊക്കെ കാണുമ്പോൾ അടപ്രഥമനിലെ അട പോലെയാണ്. പിന്നെ കാണാൻ ഭംഗിയുള്ളതുപോലെ തന്നെ കഴിക്കാൻ അതിലേക്കാളേറെ രുചിയുമാണ്. ഇതുപോലെ നമ്മുടെ മക്കൾക്കൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ പാത്രം കാലിയാകുന്ന വഴി അറിയേയില്ല. പിന്നെ മത്തങ്ങയുടെ ഗുണങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ മത്തങ്ങ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കേണ്ട വിഭവമാണിത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.